വെൽക്കം ഡിയേഴ്സ്. ഇന്ന് ഞാൻ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്പൈസസൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തിൻ്റെ റെസിപ്പിയാണ്. നമ്മളൊരു അടിപൊളി മസാലപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ മസാലപ്പൊടി നമുക്ക് ഏത് നോൺ വെജ് ഐറ്റംസിനും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നല്ല മണവും നല്ല രുചിയൊക്കെ ഉള്ള ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ്. ബേ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടയുടെ ഇല, അത് ഉണങ്ങിയതാണ് വേണ്ടത്. ഞാനിപ്പോൾ അത് പച്ചയ്ക്ക് എടുത്തിരിക്കുകയാണ്, അതിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മല്ലി വേണം, മുളക്, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ സ്പൂൺ അരി, അതേപോലെ തന്നെ ഉലുവ വേണം, നല്ല ജീരകം, പിന്നെ പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലം, തക്കോലം, കുരുമുളക്. ഈ ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അടിപൊളി ഗരം മസാല തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് പെരുംജീരകമാണ്. അപ്പോൾ പെരുംജീരകം ഒരു 3 സ്പൂൺ എടുത്തെങ്കിൽ മുഴുവൻ മല്ലി നമുക്ക് 2 സ്പൂൺ എടുക്കാം. അതേപോലെ തന്നെ 2 സ്പൂൺ മുഴുവൻ മല്ലി ആണെങ്കിൽ ഒരു 5-8-10 വരെ നമുക്ക് വറ്റൽമുളക് എടുക്കാം. പിന്നെ 1.5 സ്പൂൺ കുരുമുളക് എടുക്കാം, ഒരു 5-10 പട്ട എടുക്കാം. അങ്ങനെയുള്ളൊരളവിലാണെങ്കിൽ, ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കുറവ് നമ്മൾ എടുക്കേണ്ട ഐറ്റംസ് ഗ്രാമ്പും തക്കോലവും ജാതിപത്രയൊക്കെയാണ്. ഇതിൻ്റെ അളവ് വളരെ കൂടിക്കഴിഞ്ഞാൽ ഈ മസാലയ്ക്ക് ഭയങ്കര കുത്തലുണ്ടാവും. പിന്നെ ഏലക്കായൊക്കെ നമുക്ക് ഒരു 5-8 എണ്ണമൊക്കെ എടുക്കാം. ഉലുവയും അരിയും നല്ല ജീരകവും വളരെ ചെറിയ സ്പൂൺ മതി. അപ്പോൾ വറ്റൽമുളക് നമുക്ക് 5-8 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അധികം എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പില വേണം. കറിവേപ്പില മസ്റ്റാണ് ഈ മസാലപ്പൊടിക്ക്. ഇനി ഇത് യാതൊരു കാരണവശാലും നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ എണ്ണ ചേർക്കാൻ പാടില്ല. എണ്ണ ചേർത്താൽ നമ്മളിത് പൊടിച്ച് വയ്ക്കുമ്പോൾ എങ്ങനെയായാലും നമ്മളിത് കുറേ നാൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ മസാലയൊക്കെ ഉണ്ടാക്കുന്നത്, മസാലപ്പൊടി. അപ്പോൾ എങ്ങനെയായാലും അത് കാറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടത്. നമുക്ക് ബേ ലീഫ് നമുക്ക് ഉണങ്ങിയത് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയും പരീക്ഷിക്കാം. അതായത് ഫ്രഷായും ഇല എടുത്ത് നമുക്കിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് ചേർക്കാം. നമ്മുടെ പെരുംജീരകം നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോ ഐറ്റംസും ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ പെട്ടെന്ന് ചില ഐറ്റംസൊക്കെ വേഗം കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് വേഗം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് കൂടിപ്പോയാലൊരു 10 മിനിറ്റേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞാൻ അരി ഇട്ട് വറുക്കുന്നുണ്ട്, ചെറിയ സ്പൂൺ അരിയാണ്. അപ്പോൾ സെപ്പറേറ്റ് ഇട്ട് വറുക്കണവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് വളരെ കുറവായതുകൊണ്ട് അരി ഈ പാകമായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മാത്രം ഉലുവയും നല്ല ജീരകം ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, നമ്മുടെ ഉലുവയായാലും നല്ല ജീരകമായാലും. അപ്പോൾ നമ്മുടെ അരി ഈ പാകമായപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ട് വറുത്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ സെപ്പറേറ്റ് ഇട്ട് വറുക്കാം. പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്ത ഐറ്റംസൊക്കെ ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുക്കുന്ന നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഏത് തരം മീറ്റിലേക്കും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ ഒരു പ്രധാന ഘടകം നമ്മൾ ചേർക്കുന്ന ഐറ്റംസിൻ്റെ ഗുണം അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളൊരു നല്ല ചിക്കൻ കറിയോ മട്ടനോ ബീഫൊക്കെ വെക്കുകയാണെങ്കിൽ അതിൽ നല്ല സ്വാദ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മസാലയും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു പേടിയും പേടിക്കേണ്ട. ഫ്രഷായിട്ട് നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ കടകളിൽ നിന്നൊക്കെ ആണെങ്കിൽ അവരൊരുപാട് നാൾ കേടാവാതിരിക്കാനായിട്ട് പ്രിസർവേറ്റീവ്സ് ചേർക്കും. അപ്പോൾ അങ്ങനെ ഒരു പേടിയൊന്നും നമുക്ക് വേണ്ട. നമ്മൾ തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയും കിട്ടും, ക്വാളിറ്റിയും കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചേർക്കുന്നില്ല. ഇതുപോലെ മസാല തയ്യാറാക്കുകയാണെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കുന്നവർക്ക് ചേർക്കാം. അപ്പോൾ ഒന്നും കൂടി ഒരു റെഡിഷ് കളറായിട്ട് കിട്ടും. ഞാൻ ചേർക്കാത്ത എന്താ വെച്ചാൽ നമുക്ക് ഈ മസാലപ്പൊടി വെച്ചിട്ട് മുളക് ഇടാത്ത പല ഐറ്റംസും തയ്യാറാക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ നോക്കൂ, നമ്മുടെ ഗരം മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റും മണമൊക്കെയാണ്. ഇത് വെച്ച് നമുക്ക് എന്ത് നോൺ വെജ് ഐറ്റംസ് ആയാലും ഉണ്ടാക്കാം. പിന്നെ ഇപ്പോൾ ഉരുളൻകിഴങ്ങ് പോലുള്ള മസാല വെച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആ കുറച്ച് അളവിൽ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ മസാലപ്പൊടി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.